ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥ ഫീലിങ്സ് ആണ്. നിങ്ങളോടുള്ള അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ് എന്നൊക്കെയുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആയി തീരുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം, പോസിറ്റീവായിട്ടിരിക്കുക. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഓവറോളായിട്ട് കാണുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള രാത്രികാല ചിന്തകൾ, ഇതും കപ്പ് എനർജി തന്നെയാണ് കേട്ടോ. 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇവിടെയൊക്കെ ഉണ്ടോ, ഇതും കപ്പ് എനർജിയാണ്. 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. പിന്നെയും വരുന്നതൊക്കെ കപ്പ് എനർജിയാണ് കേട്ടോ. മൊത്തം കപ്പാണ്. അപ്പോൾ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് സ്നേഹമുള്ള വ്യക്തിയാണ് കേട്ടോ നിങ്ങളുടെ വ്യക്തി. ഒരുപാട് സ്നേഹമാണ്. കാരണം നിങ്ങൾക്ക് എന്നെ അറിയാമായിരിക്കാം, ഇതുവരെ നിങ്ങൾക്ക് കിട്ടാത്തതിലും ഒത്തിരിയേറെ നിങ്ങൾക്ക് ആ ഒരു സോൾ കണക്ഷൻ തോന്നിയത് ഈ ഒരു വ്യക്തിയോടാണ്. തിരിച്ചവർക്കും അങ്ങനെ തന്നെയാണ്. നിങ്ങളോളം വരില്ല. കാരണം നിങ്ങളെ ഈ ഒരു വ്യക്തിയുടെ ഭാഗ്യമായിട്ടാണ് അവർ കാണുന്നത് തന്നെ. നിങ്ങളെ കിട്ടിയത് തന്നെ ആളുടെ ഒരു ഭാഗ്യമായിട്ടാണ്. കാരണം അത്രത്തോളം രണ്ടുപേരുടെയും സ്നേഹം കാണുമ്പോൾ നമുക്ക് തന്നെ ഇതാവുന്നുണ്ട്. കാരണം ഇത് കണ്ടോ, രണ്ടുപേരും ഒരുപോലെ സ്നേഹിച്ച് മുന്നോട്ട് പോയ കണക്ഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കണ്ടോ, നിങ്ങളാണ് അവരുടെ എല്ലാം. നിങ്ങളുള്ളപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണത ലഭിക്കുന്നത്. നിങ്ങൾ കൂടി ഉള്ളപ്പോഴാണ്. അതാണ് അവരുടെ മനസ്സിൽ അവരെന്നും ഓർക്കുന്നതും അത് തന്നെയാണ്. നിങ്ങൾ എല്ലാമാണ് അവരുടെ. കാരണം അവർക്ക് നിങ്ങളോളം വരില്ല മറ്റൊന്നും. ഇതാണ് കാണുന്നത്. അപ്പോൾ എന്ത് കാര്യവും ഷെയർ ചെയ്യാനും അത് നിങ്ങൾ വേണം. അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുയോജ്യമായ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് അത് നിങ്ങൾ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങളിലേക്ക് തന്നെ ആ ഒരു അവരുടെ കയ്യിൽ കണ്ടോ, ഒറ്റൊരു കപ്പേ ഉള്ളൂ. ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രം ഉള്ളതാണ്. നിങ്ങൾക്ക് മാത്രമാണ് അവരുടെ യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അവരുടെ മനസ്സിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത്, അവരുടെ മനസ്സിൽ ചേർന്ന അവർക്ക് അനുയോജ്യമായ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. യാതൊരു സംശയമില്ല. അവർക്ക് ഒരുപാട്, കാരണം രണ്ടുപേർക്കും അങ്ങനെ തന്നെയായിരിക്കാം. നിങ്ങൾക്കൊരു എന്താ പറയുക, ഇതിൽ നിങ്ങൾക്ക് ഇതുവരെ ഒരാളോടും തോന്നാത്ത അത്രയധികം ഫീലിങ്സ് ആയിരിക്കാം ഈ ഒരു വ്യക്തിയെടുത്ത് നിങ്ങൾക്ക് തോന്നുന്നത്. അതുപോലെ തന്നെയാണ് അവർക്കും നിങ്ങളോട്. കുറച്ചുകൂടി വിശദീകരിച്ച് നോക്കാം കേട്ടോ. എയ്റ്റ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സ്നേഹബന്ധം എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ട് കൊണ്ടുവന്ന, അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു ബന്ധമായിട്ട് കാണുന്നുണ്ട്. അത്രയും സ്ട്രോങ് എനർജിയിലാണ് ഇത് നിൽക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് കുറച്ചൊക്കെ നേടാൻ വേണ്ടി ഏതറ്റം വരെ പോകാൻ റെഡിയായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. പോരാതെ നല്ലൊരു എനർജി ഉള്ള ഒരു വ്യക്തിയാണ്. എല്ലാം നേടിയെടുക്കാനുള്ള ശേഷിയൊക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. വിചാരിച്ചാൽ എന്തും നേടിയെടുക്കും ആൾ. അങ്ങനെ ഒരു എനർജിയാണ് നമുക്ക് അവരിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് അവർക്ക് നിങ്ങളെ നേടണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ നിങ്ങളെ സ്വന്തമാക്കും. അങ്ങനെ ഒരു മൈൻഡ് അവർക്കുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു മൈൻഡുള്ള ഒരു വ്യക്തി തന്നെയാണിത്. കാരണം അവർക്ക്, ഞാൻ പറഞ്ഞില്ല, അവർക്ക് ഈ ഒരു എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ അവർക്ക് നിങ്ങളോളം വരില്ല മറ്റൊന്നും. പോരാത്തതിനെ നിങ്ങളാണ് അവരുടെ യഥാർത്ഥ ഒരു പാർട്ട്ണർ എന്നാണ് ആ വ്യക്തി കരുതുന്നതും. കാരണം അവർക്ക് ഈ ഒരു സമയത്ത് പോലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ നിങ്ങളെ സ്വന്തമാക്കണം എന്നുള്ള ഒരു മൈൻഡ് തന്നെയാണ് അവരുടെ കേട്ടോ. എന്തൊക്കെ ഇനി സാഹചര്യം ഉണ്ടെങ്കിലും ശരി, അവരുടെ ഉള്ളിൽ അവർക്ക് നിങ്ങളെയാണ് അവർ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്നത്. നിങ്ങളെ തന്നെയാണ് അവരുടെ മനസ്സിൽ.
ടു ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഒരു വശത്ത് നിങ്ങളും ഒരു വശത്ത് ഒരു ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വശത്ത് അവർക്ക് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തണം ഒക്കെ ഉണ്ട്, അവരുടെ ഉള്ളിലുണ്ട് അങ്ങനെ ഒരു ചിന്തയും പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വശത്ത് അവരുടെ ഫാമിലി സിറ്റുവേഷനും അവർക്ക് ഭയങ്കര ഇതാണ്. അപ്പോൾ അവർക്ക് നിങ്ങളെ വേണം. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് തടസ്സങ്ങളെന്ന് പറയാൻ ഇടയ്ക്ക് ഫാമിലി കാര്യങ്ങളുണ്ട്, മറ്റ് വ്യക്തികളുണ്ടാകാം, ഫ്രണ്ട്സ് ആയിരിക്കാം, അപ്പോൾ എന്തോ ആവാം, അതൊരു സിറ്റുവേഷൻ ആയിരിക്കാം, അതൊരു ജോലി സംബന്ധമായ കാര്യമായിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് കാണുന്നത്. കാരണം അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല, അതുപോലെ തന്നെ അവരുടെ ജോലി, അതുപോലെ തന്നെ അവരുടെ ഫാമിലി, ഇതൊന്നും നഷ്ടപ്പെടുത്താൻ ആ വ്യക്തിക്ക് പറ്റാത്തൊരു സാഹചര്യമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. അത് തന്നെയാണ് നമുക്ക് ആദ്യം കിട്ടിയതും. ഈ വ്യക്തിയുടെ കോളോ മെസ്സേജോ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ലഭിക്കും കേട്ടോ. കാരണം ആൾക്ക് നിങ്ങളിലേക്ക് വരാൻ തിടുക്കം കാണിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. ആളുടെ മനസ്സിൽ ഒന്നും ഇപ്പോൾ നിങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി അതൊക്കെ നീക്കം ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് തന്നെയാണ്. ഇനിയിപ്പോൾ ഫാമിലി പ്രശ്നം ഇതിനകത്തുണ്ടെങ്കിലും, ഇനിയിപ്പോൾ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, ട്രസ്റ്റ് ഇഷ്യൂസോ അങ്ങനെ എന്തോ പ്രശ്നമുണ്ടെങ്കിലും അതൊക്കെ ഇല്ലാണ്ടായിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരണം എന്നുള്ളൊരു മനസ്സാണ് ആ വ്യക്തിയെടുത്ത്. ജസ്റ്റിസാണ്. തീർച്ചയായിട്ടും ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങളുടെ ഭാഗമാണ് ശരി, നിങ്ങളുടെ ഭാഗമാണ് ന്യായമുള്ളത് എന്നൊക്കെയുള്ള കാര്യം ആൾക്ക് അറിയാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഇതിനകത്ത് ഉണ്ടെങ്കിലും നിങ്ങളോടൊപ്പം ആണെന്നാണ് കാണുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആ വ്യക്തി തന്നെ ചില സാഹചര്യത്തിൽ നിങ്ങളെ മനസ്സിലാകാതെ പോയ വ്യക്തിയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ഇതിനകത്ത് ഉണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് വ്യക്തികളുടെ അഭാവം കൊണ്ട് ഈ ഒരു ബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മനസ്സിലാക്കുന്ന, ഒരുപാട് ഇപ്പോൾ നിങ്ങൾക്ക് നീതി തരണം, നിങ്ങളുടെ ഭാഗമാണ് ശരി എന്നുള്ളത് ആൾക്കറിയാം. ഇതിലൊരു ബാലൻസ് വേണമെന്ന് ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്ത്. ഫുള്ളാണ് ആളൊരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുകയാണ്, നിങ്ങളുമൊത്ത് ഒരു റിയൂണിയനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണിത് കേട്ടോ. ടു ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും ഇതിനകത്ത് ഈ വ്യക്തിക്ക് ആക്ഷൻ എടുക്കുന്ന കാര്യത്തിൽ രണ്ട് ഇതുണ്ട്. ഒന്നെന്ന് പറയുന്നത് ആ വ്യക്തിയെടുത്ത് ഏതോ ഒരു വ്യക്തി ഈ വ്യക്തിയുടെ കൂടെ ഉള്ളതാണ് ഇപ്പോൾ നോക്കുന്നത്, ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നുണ്ട്. അതൊന്നെങ്കിൽ അവരുടെ ഫാമിലി ആകാം, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി തന്നെ ആവാം അത്. അപ്പോൾ അതിൻ്റെ ഒരു തടസ്സം ഇതിനകത്തുണ്ട് എന്നാണ് കാണുന്നത്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് തന്നെയാണ്. തീർച്ചയായിട്ടും അവർക്ക് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് തരണം, നല്ലൊരു ലൈഫ് നിങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ടെൻ ഓഫ് പെൻറ്റിക്കിൾസ്. തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഫാമിലി ആയിട്ടാണ് കാണുന്നത്. ഒരു ഹസ്ബൻഡ് വൈഫ് പോലെയാണ് അവർ നിങ്ങളുടെ കൊണ്ട് നടക്കുന്നത് അവരുടെ മനസ്സിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു ബന്ധം വേണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് നിങ്ങളുമൊത്ത്. ചില സാഹചര്യത്തിൽ നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ അതുപോലെയാണ് നിങ്ങളെ കാണുന്നത്. ഈ ഒരു സമയത്ത് പോലും അവർക്ക് സ്റ്റക്കാവുന്ന വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഒരു തടസ്സമുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഒരു തേർഡ് പാർട്ടി ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തടസ്സവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു ഫാമിലി ആകാം, അല്ലെങ്കിൽ ഒരു വ്യക്തി തന്നെ ആകാം. നൈറ്റ് ഓഫ് കപ്സാണ് അവരുടെ ആദ്യം കിട്ടിയതും നമുക്ക് അതേ കാർഡ് തന്നെയാണ്. തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സ് നിറയെ സ്നേഹമുള്ളത് നിങ്ങളുടെ അടുത്ത് മാത്രമാണെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതുപോലെ കിങ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി ഉണ്ട്, പേജ് ഓഫ് വാൺസിൻ്റെ എനർജി ഉണ്ട്, പേജ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്, 3 ഓഫ് വാൺസ്. തീർച്ചയായിട്ടും അവർ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് നിങ്ങൾ മാത്രമാണ് അവരുടെ യഥാർത്ഥ പാർട്ട്ണറും നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു മനസ്സാണ് ആ വ്യക്തിക്കുള്ളത്. അതുകൊണ്ട് ഈ ഒരു ബന്ധത്തിൽ റിയൂണിയൻ കാണുന്നുണ്ട്, ഒരു മാരേജ് കാണുന്നുണ്ട്. അതേപോലെ ഈ ഒരു ബന്ധം വീണ്ടും സ്റ്റാർട്ടാകും എന്ന് കാണുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ പുതിയൊരു സ്നേഹം വരും. അതായത് എല്ലാം മാറ്റിവെച്ച ആ വ്യക്തി നിങ്ങളിലേക്ക് വരും, പൂർവാധിക ശക്തിയോടെ തന്നെ വരും. നല്ലൊരു സ്നേഹമായിട്ടായിരിക്കും ഇനി വരുന്നത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ട്രസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും എന്നാണ് കാണുന്നത് കേട്ടോ. കാരണം അവരുടെ മനസ്സിൽ അവർക്കിപ്പോൾ സ്റ്റക്കാവുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, തടസ്സമുണ്ട് നല്ല രീതിയിൽ, അതൊക്കെ മാറും എന്ന് കാണുന്നുണ്ട് കേട്ടോ. എല്ലാം കാരണം ഇവിടെ നമുക്ക് 8 ഓഫ് വാൺസിൻ്റെ എനർജിയൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊക്കെ മാറ്റിവെച്ച് ആ വ്യക്തിയുടെ ഒരു കോളോ മെസ്സേജോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് കാണുന്നത്. നമുക്ക് നോക്കാം ഇതാർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട്. അപ്പോൾ കുറച്ച് നാൾ നിങ്ങളുമായിട്ട് ഈ ഒരു വ്യക്തി നല്ല രീതിയിലല്ല പോകുന്നതെങ്കിൽ, ചില നേരത്ത് നിങ്ങളെ ബ്ലോക്കാക്കിയതെങ്കിലും അതൊക്കെ മാറ്റും എന്ന് കാണുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ എല്ലാം ശരിയായി വരും എന്നാണ് കാണുന്നത്. ഉത്രാടം, അശ്വതി, ഭരണി, രോഹിണി, ഉത്രട്ടാതി,
ക്യൂ എന്ന് കിട്ടിയിട്ടുണ്ട്. ഗൾഫ് രാജ്യം, ബ്യൂട്ടീഷ്യൻ, മലപ്പുറം, ബ്ലൂ കളർ, തിരുവാതിര, എബ്രോഡ് ആയിരിക്കാം ഈ ഒരു വ്യക്തി, ഡിസംബർ, ലെറ്റർ ഐ, ലെറ്റർ ജെ, ലോയർ, ഓഗസ്റ്റ്, തിരുവനന്തപുരം, ആർട്ടിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ. ലെറ്റർ ജി ആണ്, ജൂൺ മാസം, തൃക്കേട്ട നക്ഷത്രം, സ്റ്റുഡൻ്റ് എന്ന് കേട്ടിട്ടുണ്ട്, മൂലം നക്ഷത്രം, 28, ലെറ്റർ എഫ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഈ ഒരു വ്യക്തിയിൽ നിന്നും കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു റീഡിങ്ങിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യൂ. താങ്ക്